വിവാഹവും കുടുംബബന്ധങ്ങളും ക്രൈസ്തവ ധാർമ്മികത വിശുദ്ധമായ ഒരു ദൈവവിളിയായിട്ടാണ് കാണുന്നത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. എല്ലാ ബന്ധങ്ങളും ദൈവത്തിൽ നിന്നാണെന്ന് വിശുദ്ധ ഗ്രന്ഥവും സഭയും പഠിപ്പിക്കുന്നു. അപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്, പ്രത്യേകിച്ചും ആധുനിക കാലത്ത്. എൻ്റെ കുടുംബാംഗങ്ങളും ജീവിത പങ്കാളിയും എന്നെ നിരന്തരമായി അപമാനിക്കുന്നു, തരം താഴ്ത്തുന്നു, പീഡിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ബന്ധം നിലനിർത്തുന്നതിൽ എന്താണ് അർത്ഥം? ചിലർ അതിന് മറുപടി പറയുന്നത്, എല്ലാം സഹിക്കണം, കുരിശിന്റെ വഴിയാണ് ക്രൈസ്തവ ജീവിതം. എന്നാൽ മറ്റു ചിലർ ചോദിക്കുന്നു, എൻ്റെ സമാധാനത്തിന് വേണ്ടി ഈ ബന്ധം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? വേർപെട്ടുള്ള ഒരു ജീവിതമല്ലേ നല്ലത്? ഇത്തരം ചോദ്യങ്ങൾക്ക് എന്തുത്തരമാണ് വിശുദ്ധ ഗ്രന്ഥവും സഭയും പറയുന്നത്? ക്രൈസ്തവ ധാർമ്മികത ബന്ധങ്ങൾക്കകത്തുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഏറ്റവും ലളിതമായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആലോചിക്കുന്നത്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. പ്രശ്നസങ്കീർണമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. ജീവിത ബന്ധങ്ങൾക്കകത്ത് നാം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല. ടോക്സിക് നേച്ചറായ ജീവിത പങ്കാളി, കുടുംബാംഗങ്ങൾ, അത്തരം ജീവിത സാഹചര്യങ്ങളിൽ പെട്ട് ഇരയായി മാറിപ്പോകുന്ന പാവപ്പെട്ട മനുഷ്യർ, അവരെക്കുറിച്ചൊക്കെ ഒരു ആലോചന ഉണ്ടാകുമ്പോൾ കൃത്യമായ ഒരു മറുപടിയിലേക്ക് എത്തിച്ചേരുക എളുപ്പമല്ല. വളരെ സങ്കീർണവും വിശാലവുമായ ഒരു മേഖലയാണ് ബന്ധങ്ങൾക്കകത്തുള്ള ഇത്തരം അനുഭവങ്ങൾ. ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് ഒരു കാര്യം പറയുന്നത്, ഈ വീഡിയോ ഒരു അവസാന വാക്കായി കാണരുത്. അതോടൊപ്പം തന്നെ ദൈർഘ്യമേറിയാലും തുടർച്ചകളുണ്ടായാലും അത് സ്വാഭാവികമാണ്, ക്ഷമിക്കുക. മനുഷ്യജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് സാധാരണഗതിയിൽ ഒറ്റ വാക്കി ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല. ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ജീവിക്കാൻ കഴിയില്ല. ഒരു പുസ്തകം വെച്ച് ജീവിക്കാൻ കഴിയില്ല. ജീവിക്കുന്ന ജീവിതം കണ്ട് പഠിക്കാനേ പറ്റൂ, പഠിച്ച് ജീവിക്കാൻ കഴിയില്ല. ഒരു കോഴ്സൊക്കെ നടത്തി അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുത്ത് ചിട്ടയാക്കി മുൻപോട്ട് പോകാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. ജീവിതം ഉയർത്തുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും രണ്ടുപേർക്കിടയിലുള്ള വ്യത്യസ്തതകളും ഊഹിച്ചെടുക്കാനോ അതിന് പരിഹാരം നിർദ്ദേശിക്കാനോ എളുപ്പമല്ല. അതുകൊണ്ട് അത്തരം സങ്കീർണമായൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധയിലുണ്ടാവണം. ചോദ്യങ്ങളുണ്ടാകാം, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അവ പങ്കുവയ്ക്കാൻ തയ്യാറാകുക. കൂടുതൽ വെളിച്ചത്തിലേക്ക് വരാൻ വിശുദ്ധ ഗ്രന്ഥത്തെയും സഭാപ്രബോധനത്തെയും അടിസ്ഥാനമാക്കി ചിന്തിക്കുക. പരിശുദ്ധാത്മാവിൽ ഉചിതമായ തീരുമാനങ്ങളോടെ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുക. അതേ സാധ്യമായിട്ടുള്ളൂ. ആദ്യമേ ഇങ്ങനെ പറയാൻ കാരണം, ഒരു കുടുംബജീവിതത്തിനകത്ത് പങ്കാളിമാർക്കിടയിൽ ഉണ്ടാകുന്ന ടോക്സിക്കായ അനുഭവങ്ങൾ, നിഷേധാത്മകമായ ജീവിതത്തിന്റെ സന്ദർഭങ്ങൾ, ആണധികാരത്തിന്റെ ധാർഷ്ട്യം ഒക്കെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് നമ്മൾ. ബാല്യകാലം മുതൽ കുടുംബാന്തരീക്ഷത്തിൽ കണ്ടത് അത്യന്തം ഹീനവും മൃഗീയവുമായ സാഹചര്യങ്ങളാണ്. ഒരു മനുഷ്യൻ എത്രത്തോളം തരം താഴ്ത്തപ്പെടുമെന്നും മറ്റൊരാളുടെ മർദ്ദനങ്ങൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും കണ്ടുപഠിച്ച ഒരു ബാല്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് മനുഷ്യപക്ഷത്താണ് എന്ന് ഉറപ്പിക്കുമ്പോഴും സ്ത്രീപക്ഷത്താണ് എന്ന് പറയാനാണ് കൂടുതൽ താല്പര്യം. അമ്മയും 4 സഹോദരിമാരും കുടുംബമെന്ന ജയിലിനകത്ത് പെട്ടുപോയത് കണ്ട് വേദനിച്ച ആ പിതാവിനെ കൊന്നുകളയണമെന്ന് വരെ ചിന്തിക്കാൻ ഇടയായ ഒരു ബാല്യവും കൗമാരവുമുള്ള ഒരു വ്യക്തിയാണ് നമ്മളെന്ന നിലയ്ക്ക് ആ അനുഭവങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് എല്ലാം ശരിയാണ്, എല്ലാം ശരിയാകും എന്ന് കേവലമായൊരു ഉപദേശത്തിലോ സഹിച്ച് രക്ഷ നേടാൻ കഴിയും, അതുകൊണ്ട് സഹിക്കൂ, ഈ അക്രമങ്ങൾക്ക് വിധേയമാകൂ എന്ന് പറയാനോ നമ്മെ കൊണ്ടാവില്ല. ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കാനോ
ഒരുങ്ങാനോ അനുവാദമില്ലാത്ത, ലോകത്താരോടും സംസാരിക്കാൻ അനുവാദമില്ലാത്ത, ഏത് ധിക്കാരവും ധാർഷ്ട്യവും എപ്പോഴും സഹിക്കണമെന്ന് ശാഠ്യം പുലർത്തുന്ന ആണധികാരത്തിന്റെ ഒരു ജയിലറയായിരുന്നു, തടവറയായിരുന്നു കൗമാരം വരെയുള്ള ജീവിതം. യൗവനത്തിലേക്ക് കാലൂന്നുമ്പോൾ ശിഥിലമാകുന്ന ബന്ധങ്ങളെ കണ്ട് ഹൃദയം തകരാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വിശ്വാസത്തിൽ നിന്ന് വരെ അകന്നു പോകാൻ പ്രധാന കാരണമായി തീർന്നത് കുടുംബത്തിലുണ്ടായ അസ്വാരസ്യങ്ങളാണ്. 7ാം ക്ലാസ് വരെ മിസ്റ്റർ ഡൊമിനിക് സാവിയെ അനുകരിച്ച് ഭക്തനായി വിശ്വാസിയായി ജീവിച്ചു വന്ന, അറിവുകളിലേറെ പരിമിതി ഉണ്ടെങ്കിലും ജീവിച്ചു വന്ന ഒരാളാണ് നമ്മൾ. പ്രാർത്ഥിച്ചത് വീട് തരണമേ എന്നല്ല, സമ്പത്ത് തരണമേ എന്നല്ല, സൗഭാഗ്യങ്ങൾ വേണമെന്നല്ല, ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴെ ടർപ്പായ പുതച്ച് കൊടുംമഴയിൽ കിടന്നുറങ്ങുമ്പോഴും പാമ്പും തേളുമൊക്കെ നിറഞ്ഞു വസിക്കുന്ന ഒരു വീടിനകത്ത്, എല്ലാ പരിമിതികൾക്കകത്തും ദാരിദ്ര്യത്തിലൊക്കെ ജീവിച്ചു പോകുമ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് ഒരേ ഒരു കാര്യമാണ്: സമാധാനം നൽകണമേ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കണമേ. ഒരു മാറ്റവും കാണാതിരുന്നത് കൂടിയാണ് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ കാര്യമായിട്ട് മാറിയത്. എന്തായിരുന്നു അതിന്റെ പിന്നിലെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് 29 വയസ്സിലാണ്. അതിനിടയിൽ 18 വർഷക്കാലം ദൈവനിഷേധത്തിന്റെ മേലങ്കി അണിയാൻ ഇടയാക്കിയത് ഒരു ജീവിത പശ്ചാത്തലമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പക്ഷപാതത്തിലേക്ക് പോകുന്നുവെങ്കിൽ ക്ഷമിക്കുക. അനുഭവങ്ങൾ ഒരാളെയും കൈവിടുന്നില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, സഹിച്ച് ജീവിക്കണം, കുരിശിന്റെ വഴിയിലല്ലേ എന്ന് പറയുന്ന ആ സാരോപദേശം വാസ്തവത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ നിങ്ങൾ സഹിച്ചു കൊള്ളണം എന്ന് ഒരാളുടെ മേൽ ശാഠ്യം പുലർത്തുന്ന വിശ്വാസബോധ്യം വാസ്തവത്തിൽ ക്രൈസ്തവ വിരുദ്ധമാണ് എന്ന് തിരിച്ചറിയണം. ദൈവം എല്ലാവരെയും ഭൂമിയിൽ സൃഷ്ടിച്ചത് വ്യക്തി എന്ന നിലയ്ക്ക് മാന്യതയോടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഓരോ വ്യക്തിക്കും ഈ മാന്യതയുണ്ട്. ഓരോ വ്യക്തിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് പോലെ, ഭൂമിയുടെ അവകാശികൾ പാറ്റയ്ക്കും പഴുതാരയ്ക്കും തേളിനും കൊതുകിനും ഈച്ചയ്ക്കും ഒക്കെ ജീവിക്കാൻ ഇടമുണ്ട് ഈ ഭൂമിയിൽ. എല്ലാ മനുഷ്യർക്കും തുല്യതയോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ദൈവമക്കളെന്ന സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും പരസ്പരം ബഹുമാനിക്കാനുമാണ് നാം വിളിക്കപ്പെടുന്നത്. അതിക്രമങ്ങൾ ഒരു ദൈവനിയോഗമായി അടിച്ചേൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസ വിരുദ്ധം തന്നെയാണ്. അതുകൊണ്ട് ഗൗരവമായിട്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഓരോ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംശയങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ വിശ്വാസത്തിനെതിരായാണ് സംസാരിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് തോന്നിയേക്കാം. അവിടെയൊക്കെ ചോദ്യങ്ങളും വിമർശനങ്ങളും ഏറെ സന്തോഷത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സംവദിക്കാം, സംസാരിച്ചു കൊണ്ടേയിരിക്കാം. സംസാരം അകന്നു പോകുന്ന ഒരു സമൂഹം യഥാർത്ഥത്തിൽ ഇരുളഞ്ഞതായിത്തീരും. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ധാർമ്മിക വെളിച്ചം ഇല്ലാത്തതായി മാറും. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ സംസാരിക്കുന്നത്. ഈ സംഭാഷണം തുടങ്ങാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടായത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഭാശ്രേഷ്ഠൻ കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള അപജയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇതെല്ലാം സ്വാഭാവികമാണ്, അങ്ങനെ ടോക്സിക് ഒന്നുമില്ല, എല്ലാവരും മാറും, മാറ്റം പ്രതീക്ഷിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ ലളിതമായി ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത് കണ്ടു. ജീവിത പങ്കാളി ടോക്സിക്കായി മാറുമ്പോൾ അത് സഹിച്ച് ക്ഷമയോടെ നിന്ന് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി, അപമാനങ്ങൾ ഏറ്റുവാങ്ങി നിങ്ങൾ ജീവിക്കണം, അങ്ങനെ ജീവിച്ച് ഈ പ്രശ്നത്തെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന നിലയ്ക്കുള്ള ഒരു അടയാളപ്പെടുത്തലായിരുന്നു ആ സംഭാഷണത്തിൽ. ഏറെ വിചിത്രമെന്ന് തോന്നിയ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ നേരിട്ട് അനുഭവിക്കാത്ത അല്ലെങ്കിൽ ഇടപെടാത്ത ഒരാളായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. വിശ്വാസം പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന അനേകർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ സംയമനം പാലിക്കൂ, അടികൊള്ളൂ, ക്ഷമിക്കൂ, സഹിച്ച് നിങ്ങൾക്ക് അവരെ രക്ഷിക്കാം, നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ആർക്കെങ്കിലും ഇതിലൊരു കേസ് ഉണ്ടാവുമ്പോൾ അവർ കോടതിയിൽ പോകും, തെറ്റ് ചെയ്തില്ലെന്ന് വാദിക്കും, ലക്ഷക്കണക്കിന് രൂപ അഡ്വക്കേറ്റിന് കൊടുത്ത് കേസിൽ നിന്ന് വിമുക്തനാകാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഉന്നത ശ്രേഷ്ഠനായ ഒരാൾക്കെതിരെ ഒരു ലൈംഗിക അപവാദ കേസ് ഉണ്ടാകുമ്പോൾ ആ കേസിന് വാദിക്കുന്നത് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന അഡ്വക്കേറ്റുമാർ. വിചാരണയ്ക്കായി എത്തുമ്പോൾ
5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഫ്ലോർ തന്നെ വാടകയ്ക്ക് എടുത്ത് അനുചരന്മാരോടൊത്ത് അവിടെ വാസം, ലക്ഷങ്ങൾ മുടക്കി ആ കേസിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ശ്രമം. ഇത് ദൈവം അനുവദിക്കുന്ന ഒരു സഹനമായി സ്വീകരിച്ച് ജയിലിൽ പോയി കിടന്നാൽ പോരെ? അപ്പോ അവരവർക്ക് നീതി വേണമെന്ന് ആഗ്രഹമുണ്ട്, അവരവർക്ക് രക്ഷ വേണമെന്ന് ആഗ്രഹമുണ്ട്, തങ്ങൾ ജയിക്കണമെന്ന് ഇത്തരക്കാരൊക്കെ ശാഠ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് ജീവിതത്തിലെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ ഞെരുങ്ങുന്ന അടിമതുല്യം ജീവിക്കുന്ന സാധാരണ മനുഷ്യനോട് പറയും, നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കുക, ക്ഷമയാണ് ഔഷധം. നിശ്ചയമായും ക്രൈസ്തവമായ ക്ഷമയ്ക്ക് അർത്ഥമുണ്ട്. മനുഷ്യൻ ബന്ധങ്ങളെ വേർപിരിക്കാതിരിക്കട്ടെ എന്ന് ക്രിസ്തുവചനത്തിന് അർത്ഥമുണ്ട്. അത് പാഴ്വാക്കല്ല, സത്യവചനമാണ്. ഓരോ ബന്ധവും ദൈവത്തിൽ നിന്നാണ് തിരിച്ചറിയുകയും ബന്ധങ്ങൾക്കകത്ത് ദൈവത്തെ അനുഭവിക്കുകയും ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് വാസ്തവമാണ്. മനുഷ്യൻ തന്റെ ചരിത്ര ജീവിതത്തിൽ ചെന്നുപെട്ടിട്ടുള്ള അത്യന്തം രൂക്ഷതരമായ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ ലളിതമായ ഉപദേശങ്ങൾ കൊണ്ടല്ല, വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് ധീരമായി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അഭിസംബോധന ചെയ്യുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്യാൻ ഓരോ വിശ്വാസിക്കും കഴിയേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. എന്താണ് ടോക്സിക് നേച്ചർ? സാധാരണഗതിയിൽ കുടുംബ ബന്ധങ്ങൾക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. രണ്ട് വ്യക്തികൾ, പലരായവർ ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്നൊരിടം. ഒരാളുടെ ജീവിത പശ്ചാത്തലമോ ജീവിതാനുഭവങ്ങളല്ല മറ്റൊരാളുടേത്. ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും ഒക്കെ വ്യത്യസ്തത. ഈ വ്യത്യസ്തതയോടെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം വ്യത്യസ്തതകൾക്കകത്ത് ക്രിസ്തുവിൽ ഒന്നായിത്തീരുക എന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഒരേപോലെയാണെങ്കിൽ, ഒരേ മനസ്സാണെങ്കിൽ, ആർക്കും അഭിപ്രായ ഭിന്നതയില്ലെങ്കിൽ അത് ഒരു ജീവിതമാകില്ല. അങ്ങനെ അഭിപ്രായ ഭിന്നതകളില്ല എന്ന് ഭാവിക്കുന്ന അനേകരുണ്ട്. അത്തരം ഭാവപ്രകടനങ്ങൾ കേവലം അഭിനയമാണ്, കാപട്യമാണ്. വ്യത്യസ്തതകൾ നിരവധിയാണ്. ശാരീരികമായും മാനസികമായും വ്യത്യസ്തതകൾ, വീക്ഷണഗതികളിൽ വ്യത്യസ്തതകൾ, രുചിതാല്പര്യങ്ങളിലും ഇഷ്ടങ്ങളിലുമൊക്കെ വൈജാത്യമുള്ളവർ. എന്നിട്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ തങ്ങളുടെ ഇഷ്ടങ്ങളെ അവരിന് വേണ്ടി ഉപേക്ഷിക്കുക എന്ന സ്നേഹപ്രമാണം ജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയുമ്പോൾ രണ്ടുപേർക്കിടയിൽ ദൈവസ്നേഹത്തിന്റെ അനുഭവതലം ഉണ്ടാകും. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാകുക, സ്വന്തം വീക്ഷണഗതികൾ ഉണ്ടാകുക, സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടാകുക എന്നുള്ളതൊന്നും ഒരു തെറ്റല്ല. അത്തരം ഭിന്നതകളെയും അത്തരം തർക്കങ്ങളെയും കലഹങ്ങളെയും ഒന്നും ഒരു ടോക്സിക് നേച്ചറായ ജീവിതാനുഭവത്തിന്റെ പരിധിയിൽപ്പെടുത്താവുന്നവയല്ല. അതാദ്യം തിരിച്ചറിയണം. എൻ്റെ ഇഷ്ടമല്ല മറ്റൊരാളുടെ ഇഷ്ടം. അവരെൻ്റെ ഇഷ്ടത്തെ മാനിക്കാനും അവരെൻ്റെ താല്പര്യങ്ങൾ അംഗീകരിക്കാനും അവരെൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കാനും എത്രത്തോളം നമുക്ക് സ്വീകരിക്കാനാവുമോ എന്നതിനേക്കാൾ മാനിക്കാനും, അയാൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകാം എന്ന നിലയ്ക്ക് അംഗീകരിക്കാനും നമുക്ക് കഴിയണം. ഇത് സ്വാഭാവിക പ്രകൃതിയിൽ വ്യക്തികൾ ഒന്നു ചേർന്ന് ജീവിക്കുന്ന ഏത് സമൂഹത്തിനകത്തും ഉണ്ടാവും. അത് സന്യാസ ഭവനങ്ങളിലും ഉണ്ടാവും, പുരോഹിതർക്കിടയിലും ഉണ്ടാവും, മെത്രാന്മാർക്കിടയിലും ഉണ്ടാകും, കുടുംബങ്ങൾക്കകത്തുണ്ടാകും, സുഹൃത്തുക്കളുടെ ഇടയിലും ഉണ്ടാകും. കാരണം നമ്മൾ രണ്ടുപേരാണ്. പർട്ടിക്കുലാരിറ്റി ഉണ്ട്. യൂണിവേഴ്സാലിറ്റി ആയ ക്രിസ്തുവിലേക്കുള്ള വളർച്ചയിലാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ, സ്വന്തം താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ആ സംരക്ഷിക്കാനുള്ള ശ്രമത്തെ കൈവിടുന്നതിന്റെ പേരാണ് സ്വയം ദാനം. അവിടെയാണ് സ്നേഹാനുഭവം. ഈശോ ലൂക്ക 6:31 പറയുന്നുണ്ട്, ഒരാൾ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അപ്രകാരം തന്നെ അവരിനോട് പെരുമാറുവിൻ. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാം കുടുംബ ബന്ധങ്ങൾക്കകത്ത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. വ്യത്യസ്തമായ രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന ജീവിത ശൈലിയുള്ള വീക്ഷണമുള്ള രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കുന്നൊരിടമാണ് ഒരു കുടുംബം. അവിടെ വ്യത്യസ്തതകൾ പരസ്പരം കലഹിക്കാം, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. ഇതൊരു ടോക്സിക് നേച്ചറായിട്ടോ അനുഭവമായിട്ടോ കാണാൻ കഴിയില്ല. അവനവന്റെ അഭിപ്രായങ്ങൾ പറയാൻ, പരസ്പരം പങ്കുവയ്ക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരിടമാകണം കുടുംബം. ഒരുപക്ഷെ അത് കലഹം പോലെ അനുഭവപ്പെട്ടേക്കാം, പക്ഷെ അത് കലഹമല്ല. അത് ഒരു ദുരന്താനുഭവമായിട്ടല്ല കാണേണ്ടത്, സ്വാഭാവികതയായിട്ടാണ്. നമ്മുടെ ഒരു അഭിപ്രായം മറ്റൊരാൾ കേൾക്കുക, അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത്
അയാളുടെ ജീവിത വീക്ഷണം അനുസരിച്ചാണ്. പക്ഷെ അത് കേൾക്കുക, മാനിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അഭിപ്രായങ്ങൾക്ക് ഇടമുള്ള ഒരിടമായിട്ട് ബന്ധങ്ങൾ മാറണം. അതുകൊണ്ട് അഭിപ്രായ ഭിന്നതകളെ ഒരു ടോക്സിക് നേച്ചറായിട്ടോ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടോ കാണരുത്. അതേസമയം തന്നെ അവരെ മാനിക്കാൻ തുടങ്ങണം, അവരുടെ അഭിപ്രായങ്ങൾക്ക് ഇടമൊരുക്കാൻ കഴിയണം എന്നത് ബന്ധങ്ങൾക്കകത്ത് നാം സൂക്ഷിക്കേണ്ട ഒരു മൂല്യമാണ്. എല്ലാ ദാമ്പത്യ പ്രശ്നങ്ങളും ദുരുപയോഗമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പരസ്പരം ഉണ്ടാകുന്ന കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ സ്വാഭാവികമായി രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളായിട്ട് കാണണം. ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് വ്യക്തിപരമായി വീക്ഷണത്തോടെ അഭിപ്രായത്തോടെ ജീവിക്കാൻ ബുദ്ധിയും സ്വതന്ത്ര മനസ്സൊക്കെ തന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനൊരു സ്വാതന്ത്ര്യം അവരനുണ്ട് എന്ന് അംഗീകരിക്കാൻ നമുക്ക് പറ്റണം. അത് പരസ്പരമുള്ള അംഗീകാരമാണ്. അടിയുറച്ചിട്ടുള്ളത് സ്നേഹത്തിലാവണം. അതേസമയം തന്നെ ഈ വ്യത്യസ്തതകൾ പങ്കുവെക്കുന്നത് ടോക്സിക് ആയ അനുഭവമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ദാമ്പത്യ പ്രശ്നങ്ങൾ ദുരുപയോഗമായിട്ട് മാത്രം കരുതരുത്. എല്ലാ ദാമ്പത്യ ബന്ധങ്ങൾക്കകത്തും പരസ്പരം വിട്ടുവീഴ്ചകളും ഏറ്റിറക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് കോറിഗേറ്റഡ് ലൈഫാണ്, ഒരു പ്ലെയിൻ സർഫേസ് അല്ല, കോറിഗേറ്റഡ് ആയിട്ടാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ മിസ്റ്റർ ലൂക്കാസ് സുവിശേഷം 6:31 പറയുന്നത് ഓർക്കണം, നമ്മൾ ഏത് നിലവാരത്തിലാണ് നിൽക്കേണ്ടത്. ഒരാൾ എങ്ങനെ നമ്മളോട് പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ അയാളോട് പെരുമാറണം. ശ്രീനാരായണ ഒരു കാവ്യാത്മകമായിട്ട് പറയുന്നുണ്ട്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന്റെ ഗുണത്തിനായി വരണം. അവരന്റെ ഉത്കർഷത്തിന് വേണ്ടി നിലകൊള്ളാൻ വിളിക്കപ്പെട്ടവനാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടാകണം. കലഹങ്ങളും തർക്കങ്ങളും ഒരു തീരാ പ്രശ്നമായിട്ട്, അതല്ലെങ്കിൽ ജീവിതം ഒരു യുദ്ധക്കളമായിട്ട് മാറിപ്പോകരുത്. ഈ ധാരണ നമുക്കുണ്ടാകണം. ഫിലിപ്പിയർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം നമുക്കറിയാമല്ലോ. ക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? മറ്റുള്ളവരെ മാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമ്മുടെ താല്പര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും അവരെ മാനിച്ചുകൊണ്ടാവണം എന്ന കാര്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയ്ക്ക് നമുക്കുണ്ടാകേണ്ട ക്രൈസ്തവമായ ഒരു ധാർമ്മിക ബോധം. ഇനി ജീവിതത്തിൽ വൈഷമ്യങ്ങളുള്ളൊരിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാമ്പത്തികമായി, സമയത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിലൊക്കെ വ്യത്യസ്തതയും വേദനകളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. അതിന്റെ പ്രതിഫലനങ്ങളെല്ലാം കുടുംബത്തിലുണ്ടാവും. ഇപ്പൊ ഗ്യാസിന് വില കൂടി, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും. പെട്രോളിനും ഡീസലിനും വില കൂടി, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും. കുടുംബ ബഡ്ജറ്റ് തകർക്കുന്ന രീതിയിൽ വിലക്കയറ്റം ഉണ്ടാവുന്നു, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും. ആവശ്യങ്ങളും പ്രതിസന്ധികളും ഏറി വരുന്ന ഒരു ജീവിത ചുറ്റുപാടിലാണ് നമ്മൾ. മക്കളെ പഠിപ്പിക്കണം, കാര്യങ്ങൾ ചെയ്യണം, പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോഴും അതിന് പരിഹാരമായി നമ്മൾ തിരിച്ചറിയേണ്ടത് ഒന്നിച്ചുള്ള മുൻപോട്ട് പോക്കാണ്. ആ ഒന്നിച്ചുള്ള മുൻപോട്ട് പോക്ക് ഈ രണ്ട് അഭിപ്രായങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള പോക്കാണ്. അഭിപ്രായ സമന്വയമാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ ഒരഭിപ്രായം മറ്റൊരു അഭിപ്രായത്തെ കീഴടക്കുകയല്ല. ഇവിടെ എല്ലാം ഞാൻ പറയുന്നത് ശരിയാണ്, ഇതിനപ്പുറം ഇല്ല എന്നൊരു തീരുമാനത്തിലല്ല ഈ അഭിപ്രായങ്ങൾ പരസ്പരം പങ്കുവെച്ചും സ്വീകരിച്ചും മാനിച്ചും ഒക്കെ പോകാൻ കഴിയണം. അതുകൊണ്ട് എല്ലാ അഭിപ്രായ ഭിന്നതകളും ടോക്സിക് ആയതല്ല. അതേപോലെ എല്ലാ ദാമ്പത്യ പ്രശ്നങ്ങളും ദുരുപയോഗത്തിന്റെ പട്ടികയിൽ വരുന്ന കാര്യമല്ല. അത് നമുക്ക് ബോധ്യമുണ്ടാവണം. എന്താണ് ടോക്സിക് ആയ അനുഭവങ്ങൾ? അതിന് ഒരു കാര്യം നമുക്ക് ആലോചിക്കാം. ഒന്ന്, അപമാനിക്കലാണ്. പങ്കാളിയെ അപമാനിക്കുക, കുടുംബത്തെ അപമാനിക്കുക, നിരന്തരമായി അയാളുടെ കുറവുകളും കുറ്റങ്ങളും വിളിച്ചു പറഞ്ഞ് അയാളുടെ ഇമേജ് തകർക്കുന്ന സ്വഭാവം ഉണ്ടാകുക, അത് ടോക്സിക് ആയ നേച്ചറാണ്. നിന്നെ എന്തിനു കൊള്ളാം, നീ എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് നിരന്തരം നിന്റെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയാണ്, നിന്റെ വീട്ടുകാർ ഇങ്ങനെയാണ്, നീ തന്നെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, അപമാനിക്കുന്ന പ്രകൃതം ഉണ്ടാകുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, സ്വകാര്യമായ കാര്യങ്ങൾ പോലും പരസ്യമായി വെളിപ്പെടുത്തി അപമാനിക്കുക. അയാളുടെ ബന്ധങ്ങളെ, അയാളുടെ സംസാരത്തെ, ഇടപെടലുകളെ ഒക്കെ പൊതുവേദിയിലും സുഹൃത്ത് വലയത്തിനിടയിലും ഒക്കെ അപമാനിക്കുന്ന രീതിയിൽ ചർച്ചാ വിഷയമാക്കുക. ഇതൊക്കെ ഇന്ന് കാണുന്നൊരു പ്രകൃതമാണ്. അങ്ങനെ അപമാനിച്ചുകൊണ്ട്, അവരെ നിഷേധിച്ചുകൊണ്ട് അവനവനെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പറഞ്ഞ ടോക്സിക്കായ ഒരു സ്വഭാവമാണ്. എനിക്ക് ഞാനായി നിലനിൽക്കണമെങ്കിൽ, എനിക്ക് മാന്യത ഉണ്ടാകണമെങ്കിൽ അവരെന്റെ മാന്യതയെ തകർക്കുക. അത്തരം അനുഭവങ്ങളോട് വിശുദ്ധ ഗ്രന്ഥം എന്തായിരിക്കും പറയുക? അത് വിശുദ്ധ ഗ്രന്ഥം അംഗീകരിക്കുന്ന കാര്യമാണ്. രണ്ടുപേർ ചേർന്നുള്ളൊരു ബന്ധമാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു ബന്ധമാകാൻ കഴിയില്ല. ഒരാളെല്ലാം സഹിക്കുകയും
മറ്റേയാൾ അപമാനിക്കുകയും ചെയ്തുകൊണ്ടൊരു ബന്ധം നിലനിൽക്കില്ല. യഥാർത്ഥത്തിൽ അപരന് കാവലാകേണ്ട ആളാണ് നമ്മൾ, ഇല്ലേ? അപരന്റെ മാന്യതയ്ക്ക്, അപരന്റെ ജീവിതത്തിന് കാവലാകേണ്ടവരാണ് നമ്മൾ. ജീവിത പങ്കാളിയെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പേരിൽ അപമാനിക്കുമ്പോൾ കാവൽ സ്ഥാനത്ത് നിന്ന് മാറി നമ്മൾ അയാളെ വധിക്കുന്ന ആളായിട്ട് മാറും. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് കൂടെ ഉണ്ടായിരുന്ന ഗാർഡുകളാണ്, പാറാവുകാർ. ഇങ്ങനെ അവരന്റെ മാന്യത, അവരന്റെ ജീവിതത്തിന് സാക്ഷ്യമാകേണ്ടവരാണ് നമ്മൾ. ഇയാൾ നല്ലയാളാണ്, അല്ലെങ്കിൽ ഇയാൾ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് എന്ന് ലോകത്തോട് പറയേണ്ടതാ. ഇയാൾക്ക് ഉള്ള മാന്യതയെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ലോകം ആക്രമിക്കുമ്പോഴും കൂടെ നിൽക്കേണ്ടതാണ്. പക്ഷേ കുടുംബത്തിനകത്ത് തന്നെ ഒരാൾ മറ്റൊരാളെ അപമാനിക്കുന്ന ആളായിട്ട് മാറുന്നു. ഇത് ഒരു ടോക്സിക് ആയ നേച്ചറാണ്. ഹിംസാത്മകമായ ഈ പ്രവൃത്തി നീതീകരിക്കപ്പെടാവുന്നതല്ല. ഇത് സഹിച്ചുകൊള്ളണമെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഇത് എങ്ങനെയാണ് നമ്മൾ സഹിക്കുക? ഇത് അംഗീകരിച്ചുകൊണ്ട്, തരം താഴ്ത്തപ്പെട്ടുകൊണ്ട്, അപമാനിതരായി അങ്ങനെ ജീവിക്കാൻ കഴിയുമോ? ഇതൊക്കെ അങ്ങ് സഹിച്ചാൽ മതി, ക്ഷമിച്ചാൽ മതി, സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞു തള്ളാവുന്നതാണ്. ഒരാളുടെ സ്വകാര്യ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ പോലും പരസ്യമാക്കപ്പെടുന്നു. അയാളുടെ വ്യക്തിബന്ധങ്ങളെ മുഴുവൻ വ്യഭിചാരമായി ചിത്രീകരിക്കുന്നു. അയാളുടെ സ്വഭാവത്തിന്റെ വൈകൃതങ്ങൾ ലോകത്തോട് പറയുന്നു. അങ്ങനെ ഒരാളെ അപമാനിക്കുമ്പോൾ വ്യക്തിഹത്യ നടത്തുന്നുണ്ട്, ഹിംസ നടക്കുന്നുണ്ട്, കൊലപാതകം നടക്കുന്നുണ്ട്. 5-ാം പ്രമാണം ലംഘിക്കുന്നയാൾ കൂടിയാണ് ഈ ടോക്സിക് നേച്ചറായ ആൾ. അത് നിങ്ങൾ സഹിച്ചു കൊള്ളണം, ക്ഷമിച്ചു കൊള്ളണം, അംഗീകരിച്ചു കൊള്ളണം. അങ്ങനെ നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയൂ? ഇത് അവരവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മോട് ഒരിക്കലും അവനവൻ ലഭിക്കേണ്ട നീതിയെ തള്ളിക്കളണമെന്ന് പറയുന്നില്ല. അത്തരം അനീതിയുള്ള സാഹചര്യങ്ങളിൽ ക്രിസ്തുബോധം നമ്മെ പ്രേരിപ്പിക്കുന്നത് സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നൊരു ഭാഗത്താണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ. എന്നാൽ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അപമാനിക്കുക, നിരന്തരം അവഹേളിക്കുക എന്ന പ്രകൃതം ഒരു ടോക്സിക് നേച്ചറാണ്. അത് നമുക്കുണ്ടോ നമ്മൾ പരിശോധിക്കണം. യഥാർത്ഥത്തിൽ വ്യക്തിപരമായി വിശ്വാസി എന്ന നിലയ്ക്ക് സ്വയം പരിശോധിക്കണം, സ്വയം വിമർശനപരമായിട്ട് കാണണം. ഞാൻ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്ന, അപമാനിക്കുന്ന ഒരാളാണോ എങ്കിൽ ഞാൻ ക്രിസ്തുവിരുദ്ധനാണ്, കൊലപാതകയാണ്, വീണുപോയിട്ടുണ്ട്, എനിക്ക് മാറ്റമുണ്ടായേ തീരൂ. ക്രിസ്തുവിന് നവീകരിക്കപ്പെടാൻ കഴിയും. പക്ഷെ ഇത് അപരന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ഒരു കൂദാശയിൽ 2 പേർ പങ്കുചേരുന്നതാണ്. ആ കൂദാശയ്ക്കകത്തുള്ള 2 പേർക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തുന്ന നമ്മെ തന്നെ സ്വയം വിമർശനപരമായി പരിശോധിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. വിശ്വാസിയുടെ ജീവിതമല്ല നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി പങ്കാളിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, സംസാരിക്കാതിരിക്കുക, അസ്വസ്ഥത ഉണ്ടാക്കുക, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് നടത്തുക, നിരന്തരമായിട്ട് മാനസികമായി പീഡിപ്പിക്കുക, ഭീഷണിപ്പെടുത്തൽ, ഉപേക്ഷിക്കുമെന്ന്, അപമാനിക്കുമെന്ന്, നിന്റെ ജീവിതം തകർക്കുമെന്ന്, നിന്നെ ഇല്ലാതാക്കുമെന്ന് ഒക്കെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അവരെന്റെ മേലെപ്പോഴും ഒരു കടിഞ്ഞാളുള്ള പ്രകൃതം. നീ അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, നീ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഞാൻ പറയും അത് കേൾക്കുക എന്ന് പറയുന്ന കടിഞ്ഞാണെപ്പോഴും കയ്യിലായിട്ടുള്ള ഒരാളായി, ആണധികാരത്തിന്റെ ശക്തി പ്രയോഗിക്കുന്ന ആളായി. അത് സ്ത്രീയോ പുരുഷനോ ആകാം, ആരായാലും ഇങ്ങനെ അവരുടെ മേലുള്ള ഒരു കടന്നുകയറ്റം, അവരുടെ ജീവിതത്തിന് മേലൊരു കടന്നുകയറ്റം, നിയന്ത്രണം മുഴുവൻ തൻ്റെ കയ്യിലാണെന്ന ഭാവത്തിലുള്ള ജീവിതം. ഇനി ആത്മീയമായ ചൂഷണമുണ്ട്. ആത്മീയമായ ചൂഷണം പ്രധാനപ്പെട്ട എന്താണ്? ഇതൊക്കെ സഹിച്ചു കൊള്ളണം, ഇതിങ്ങനെയാണ് ദൈവവിധി. Efesiയർ 5:26-27 പറഞ്ഞിട്ട് പറയും, ശിരസ് പുരുഷനാണ്, അതുകൊണ്ട് പുരുഷൻ പറയുന്നത് കേട്ടാൽ മതി. വചനം എടുത്തും ഉപയോഗിക്കും. സഹിക്കുന്നതാണ് രക്ഷാകരമായ മാർഗം എന്ന് പറയും. എളുപ്പപ്പെടണം, പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ്, ആത്മീയ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവരനെ തരം താഴ്ത്തും. സാമ്പത്തിക ചൂഷണവും നിയന്ത്രണവും. പണം മുഴുവൻ ആണധികാരത്തിന്റെ കയ്യിൽ. ഇത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് തരണം, ഞാൻ പറയും എങ്ങനെ ചെലവാക്കണം. സമ്പത്തിന്റെ അധികാരി താനാണെന്ന ഭാവം, സാമ്പത്തിക അടിമത്വം കുടുംബങ്ങൾക്കകത്തുണ്ട്. മക്കളായാലും പങ്കാളിയായാലും ഈ അടിമത്തത്തിന് കീഴിൽ, ഈ അടിമമുഖത്തിന് കീഴിൽ ജീവിച്ചു പോകേണ്ടവരാണ്. അതുകൊണ്ട് താൻ നിയന്ത്രിക്കും എന്ന് പറയുന്ന ഒരു ഭാവം. സാമ്പത്തികമായ ചൂഷണമുണ്ട്.
ജീവിത പങ്കാളി ജോലി ചെയ്താൽ അതും തൻ്റെ കയ്യിൽ കൊണ്ടു തരണം. അത് തന്നില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മറ്റു തലത്തിൽ ഇമോഷണൽ ആയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങൾ ടോക്സിക് ആയതാണ്. ഇനി ഇതിൻ്റെയൊക്കെ പാരമ്യത്തിൽ ശാരീരികമായ ആക്രമണം, ഇവയൊന്നും കുടുംബ പ്രശ്നങ്ങളല്ല. ഇത് ടോക്സിക് പേഴ്സണാലിറ്റി നടത്തുന്ന അതിക്രൂരമായ മൃഗീയമായ ഇടപെടലുകളാണ്. അതിനെ അങ്ങനെ തന്നെ കാണണം. ഒരു കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇങ്ങനെ ടോക്സിക് ആയ പ്രശ്നങ്ങളാണോ ഉള്ളത്, കേവലം ദാമ്പത്യ പ്രശ്നമാണോ അഥവാ അഭിപ്രായ ഭിന്നതകളാണോ എന്ന് പരിശോധിക്കണം. ഒരാളെ നാർസിസിസ്റ്റ് ടോക്സിക് ആയിട്ടോ വിധിക്കുന്നതിന് മുമ്പ് വ്യക്തിപരമായി അവനവനോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരു വീഡിയോയിൽ തീരുന്ന പ്രശ്നമല്ലെന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു, തുടങ്ങിയുള്ളൂ, അപ്പൊ തന്നെ സമയപരിമിതി കടന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അത് വ്യക്തിപരമായി മറ്റുള്ളവരെ പരിഹസിക്കാനോ ഇടിച്ചു താഴ്ത്താനോ വേണ്ടിയാകരുത്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ, സന്ദേഹങ്ങൾ ഒക്കെ വീഡിയോയ്ക്ക് കീഴിൽ ഉന്നയിക്കാം. നമുക്ക് വിശദമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓരോ മേഖലയും എടുത്ത് ചർച്ച ചെയ്യാം. ഈ വീഡിയോ ഒരു ഭാഗം കൊണ്ട് അവസാനിക്കുന്നില്ല, തുടർച്ചയായിട്ട് അത് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ തുടർച്ചയിൽ അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ജീവിതം വിശുദ്ധമായൊരു വിളിയാണ്. മനുഷ്യനായിരിക്കാൻ, കുടുംബമായിരിക്കാൻ ദൈവത്തിൻ്റെ സ്വയംദാന സ്നേഹശേഷി ആനുകാലികലോകത്ത് അനുഭവപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്കിടയിലുള്ള പ്രശ്നങ്ങളെ ലളിതവൽക്കരിച്ചല്ല കാണേണ്ടത്, സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടാണ്. അതുകൊണ്ട് എല്ലാം സഹിക്കുക, എല്ലാം ക്ഷമിക്കുക, എല്ലാം പൊറുക്കുക എന്ന ലളിതയുക്തിയാണ് വിശ്വാസം എന്ന് കരുതരുത്. വളരെ കൃത്യമായി സഭാപ്രബോധനം പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പാഠം നൽകുന്നുണ്ട്. മൃഗീയ വാഴ്ചയല്ല കുടുംബം, അതൊരു സ്നേഹക്കൂട്ടായ്മയായിട്ട് മാറേണ്ടതാണ്. അതിന് വിരുദ്ധമായിട്ടുള്ളവയെ വിശ്വാസം കൊണ്ട് തന്നെ നേരിടാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ വിശ്വാസക്കുറവിനെയാണ് ചൂണ്ടിക്കാട്ടുക. ഈശോയേറ്റവും പ്രിയപ്പെട്ടവരെ, അവരെ മാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ജീവിതമുണ്ടാകാൻ, നമ്മളുടെ പരിമിതികളെ മറികടന്ന് ക്രിസ്തു സ്നേഹത്തിലായിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിനാവശ്യമായ ദൈവകൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.